ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഷ്കർ എന്നാണ്. ഞാനിപ്പോൾ ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ടൂറിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് മെച്ചൂക്കയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാറി ഷെങ്കോൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ആർമി ക്യാമ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതുണ്ടല്ലേ ആണ് പട്ടാളക്കാരൊക്കെ തങ്ങളുടെ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും താഴത്തേക്ക് പോയേക്കാനാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു ബെഡ് സ്പേസ് വന്നിട്ട് വരി. അപ്പോൾ എൻ്റെ സൈക്കിളെല്ലാം പാക്ക് ചെയ്ത് അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളെല്ലാം ഞാനിവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം നമ്മളിനി നേരെ പോകുന്നത് ലമാങ്ങിലേക്കാണ്, ഇൻഡോ ചൈന ബോർഡറിലേക്കാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വില്ലേജ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നത്, ഒരു പിടുത്തമില്ല. പിന്നെ പോണേക്ക് ഒരു ഗുരുദ്വാരയുണ്ട്, പിന്നെ ഒരു ഹനുമാൻ ടെമ്പിൾ എന്തോ ഉണ്ടെന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ പോണേക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങാം കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെ ഒരു ആർമി ക്യാമ്പിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സാർമാരെ ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ലമാങ്ങിലേക്കാണ് കേട്ടോ. സാറേ ഹായ്. ഹായ് സാർ, എങ്ങനെ പേര്? രമേശ് കുമാർ. രമേശ്. അപ്പോൾ സാറ് നാട്ടിലെവിടെ? നാട്ടിൽ കന്യാകുമാരി. ഹായ് സാർ. വിശാൽ കോഴിക്കോട് അല്ലേ. ഇന്നലെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ എനിക്ക് ഫുഡ് പിന്നെ താമസം എല്ലാം നിങ്ങൾ സെറ്റാക്കി തന്ന്, അതുപോലെ തന്നെ പോണ വഴിക്കും ഒരുപാട് ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും വരുമ്പോൾ കാണാം. ഓക്കെ, എന്തായാലും കാണാം. ഓക്കെ സാറേ, താങ്ക് യു. നമ്മളിപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയേട്ടാ. നല്ല അടിപൊളി ആൾക്കാരാണ്. ഇത് നമ്മുടെ മദ്രാസ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എല്ലാവരും കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര അല്ലാത്ത സ്റ്റേറ്റിലുള്ള ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. പക്ഷെ എന്തായാലും വല്ലാത്തൊരു സന്തോഷപ്പെട്ടാ ഇത്രയധികം നമ്മുടെ നാട്ടുകാരെ കാണാൻ പറ്റിയില്ല. അങ്ങനെ അവരോടൊക്കെ നന്ദിയൊക്കെ പറഞ്ഞിറങ്ങി. നമ്മുടെ കുറച്ച് സാധനങ്ങൾ കണ്ടില്ലേ, അതൊക്കെ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ വെച്ച് കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയും സാധനങ്ങൾ ചുമന്നുണ്ട് പോകേണ്ടതെന്ന് എന്നോടാണ് അവരെന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം അവിടെ വെച്ച് നമ്മൾ ലമാങ്ങിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇനി ഇവിടെ ഏകദേശം നമുക്കൊരു 4 ചെക്ക് പോസ്റ്റ് വരും. ആ 4 ചെക്ക് പോസ്റ്റും ഓരോരോ പേപ്പർ കൊടുത്തോണം കേട്ടോ പോകാൻ. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ലമാങ് പോണതിന് ഒരു പെർമിഷൻ എടുക്കണം. ആ പെർമിഷൻ എടുക്കേണ്ടത് ADC ഓഫീസിൽ നിന്നാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് പെർമിഷൻ. ഈ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. ഇതിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി മാത്രം മതി. അതുമായിട്ട് നമ്മൾ നേരെ ADC ഓഫീസിൽ ചെല്ലുക. അതിനൊരു പേപ്പർ ഉണ്ട്, അത് മേടിച്ചിട്ട് അത് ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അവർ സീലും അതുപോലെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു 4 കോപ്പി നമ്മൾ എടുക്കണം. അതായത് നമ്മൾ മെച്ചൂക്കിന്ന് ലമാങ് പോണ റൂട്ടിൽ 4 ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ആർമിയുടെ ഉണ്ടാവും, ITBPൻ്റെ ഉണ്ടാവും. അതിൽ ഓരോന്നിലും ഓരോന്ന് കൊടുത്തു വേണം കേട്ടോ പോകാൻ വേണ്ടി. എന്നാൽ മാത്രമേ നമ്മളെ ലമാങ്ങിലേക്ക് അലൗഡ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ലമാങ് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏകദേശം 50 രൂപ വരുള്ളൂ ഈ ഒരു ഫോമിന് ചാർജ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കാരണം ലമാങ്ങിൽ പോണ പലർക്കും അറിയില്ല പെർമിഷൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ക്ലോസ് ആയിരിക്കും ADC ഓഫീസ്. സെക്കൻഡ് സാറ്റർഡേ മാത്രമല്ല, സാറ്റർഡേ എനിക്ക് തോന്നുന്നു കേട്ടോ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ട്. അപ്പോൾ അവർ ചെന്നപ്പോൾ അടച്ചിട്ടേക്കണേന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് പെർമിഷൻ കിട്ടിയില്ല. അപ്പോൾ ആകെ അവർ പെട്ടിരിക്കണമെന്ന് തിരിച്ച് പോയിന്നാണ് കേട്ടത്. നിങ്ങൾ വരുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ മാക്സിമം. ഇവിടെയൊക്കെ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ പണിയേണ്ട കേട്ടോ. ഇത് പണിയണത് ഗ്രഫാണ്. ഇവിടെ കുറേ വീടുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ലേബേഴ്സാണ് കേട്ടോ. ഇവർ ഈ റോഡ് പണിയും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നേക്കുകയാണ്. കൂടുതലും ആസാമികളും ബീഹാറികളുമാണ് കേട്ടോ ഇവിടെയുള്ളത്. സ്ത്രീകളും കുട്ടികളും അങ്ങനെ ഒരുപാട് പേരുണ്ട്, വലിയ ആൾക്കാർ. റോഡിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഇവരിവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് കൂട്ടുകുടുംബമായിട്ട് താമസിക്കാനായിട്ടാ. കാരണം ഇവർ ഈ റോഡിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രിഫിൻ്റെ അണ്ടറിലാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരാണ്. ഹായ് ഹായ് ഭയ്യാ, കേസേ ഹോ? ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആസാമികളും ബീഹാറികളൊക്കെ വരാറില്ലേ, അതുപോലെ തന്നെയാണ് ഇവരും ഇവിടെ തങ്ങിയേക്കണത് കേട്ടോ. ഇവർക്ക് പണിയും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവർ അരുണാചലിൽ വന്നിട്ട് ഗ്രിഫിൻ്റെ കീഴിൽ പണിയെടുക്കണേ കേട്ടോ. ഈ റോഡ് എന്ന് പറയുന്നത് ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റിയൊരു റോഡാണ് കേട്ടോ. ചെറിയൊരു റൂട്ടാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ കൂടെ പോകുമ്പോൾ ഒരു ഗുരുദ്വാര ഉണ്ട് കേട്ടോ. അത് ബൈസിക് ആർമിയുടെ ആണ്, ബൈസിക്കിൻ്റെ ഉണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ചായയും കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ തങ്ങാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. നമുക്ക് അവിടെ തങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ലമാങ് കുടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കണത്.
ഇവിടെയൊക്കെ വില്ലേജുകൾ വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഇനി ഗുരുദ്വാരയിലേക്ക്. ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ആകെ ബ്ലോക്ക് ആവട്ടെ, അങ്ങനത്തെ റൂട്ടാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ തിരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. कैसे बढ़िया ना? एकदम बढ़िया। ओके, हाय भैया। आप लोग कहाँ जाएगा? गुरुद्वारा। लेने जा रहे हैं। अच्छा, यहाँ से कितना दूर लगेगा गुरुद्वारा? गुरुद्वारा सामने आएगा। लमांग कितना लगेगा? लमांग आपको 25 है ना? 30 किलोमीटर होगा यहाँ से। अच्छा अच्छा अच्छा। मेरा का इतना अंदाजा नहीं है। सामने गुरुद्वारा तो पहुँच जाएगा। अच्छा अच्छा, ये 2 या 2 किलोमीटर में आराम से पहुँच। आराम से पहुँचे ना? रास्ता एकदम बढ़िया, रास्ता इसी है, चौड़ाई होगा फिर। चढ़ाई हो गया ना? यहाँ से आगे चेक पोस्ट कितना दूर है सामने? चेक पोस्ट या आपको 20 किलोमीटर आसपास में चेक पोस्ट ये तो होगा। आर्मी 3 चेक पोस्ट होगा। 3 है ना? ബൈ. അതുപോലെ നമ്മളിപ്പോൾ ചെല്ലണ ഗുരുദ്വാരയില്ലേ, അവിടെയും ഒരു വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ. ആ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ അറിയില്ല, പറ്റുന്ന പോലെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം കേട്ടോ അവിടെ എത്തിയിട്ട്. ഇതാണ് ഗുരുദ്വാരയിലേക്ക് പോകേണ്ട റൂട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ റൂട്ട് നേരെ പോകേണ്ടത് ലമാംഗിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കയറി വേണം കേട്ടോ പോകാൻ. അതിനുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ വന്ന ടൈമിൽ ഗുരുദ്വാര എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിട്ടേൺ വന്ന വഴിക്ക് കയറിയിട്ട് പോകാം കേട്ടോ. എല്ലാവരും ഗുരുദ്വാരയിൽ നിർത്തിയിട്ടാണ് കേട്ടോ പോണത്. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വെച്ചു. കാരണം നമുക്ക് ഇന്നാണ് പാസ് കിട്ടിയത്. അപ്പോൾ ഇനി ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. മാക്സിമം ഇന്ന് ലമാങ് എത്താനാണ് പ്ലാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ പോണതാണ്. റിട്ടേൺ വരുമ്പോൾ നമുക്ക് എന്തായാലും ഗുരുദ്വാര കാണാം. കാരണം റിട്ടേൺ നമ്മൾ ഈ ഒരു റൂട്ടിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ പോകാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നേരെ മേളിലേക്ക് പോകാം. ഇതാണോ ഗുരുദ്വാര? ആ, ഗുരുദ്വാര സാഹിബ് ഇതാന്ന് തോന്നട്ടാ. അപ്പോൾ അതല്ലേ 2 ഇതുണ്ടെന്ന് കേട്ടാ. നമുക്ക് എന്തായാലും ആൾക്കാരോട് ചോദിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഞാനിട്ടാ ഇത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ആർമിയുടെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചങ്ങ് നടക്കാനുണ്ട്. അവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങാടേക്ക് വേണം കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി. നല്ല കയറ്റമുണ്ട് മക്കളെ. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല കേട്ടോ. ദ്വാരയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫ്രീ ഫുഡ് കിട്ടും കേട്ടോ. ഫ്രീ ഫുഡ് താമസത്തിന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്, അതും ഇവിടെ കിട്ടുവാന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഫുഡൊക്കെ അൺലിമിറ്റഡ് ആണ്. നമ്മളത് ഏത് ഗുരുദ്വാരയിൽ പോയി കഴിഞ്ഞാലും ഫുഡൊക്കെ 24 hours കിട്ടും കേട്ടോ. ഒന്ന് സഞ്ചരിക്കുന്ന റൂട്ടാണ് നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത്. അത്യാവശ്യം കയറ്റമുണ്ട്. പിന്നെ കുറേ ലഗേജൊക്കെ മാറ്റിക്കൊണ്ട് വീണ്ടും ഒരാശ്വാസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പണിയായതിനെ മക്കളെ. നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ടാണ് കേട്ടോ. ഇത് ഫുള്ള് മറ്റേ പൈൻമരമാണെന്ന് തോന്നുന്നു. പൈനാണോ ഇത് ദേവദാരുവാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ട് വേണം നമ്മൾ സഞ്ചരിക്കാൻ കേട്ടോ. ചെറിയൊരു റൂട്ടാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ മക്കളെ. ഞാൻ ജാക്കറ്റ് ഊരി മാറ്റിയ വേറൊന്നുമല്ല, ജാക്കറ്റ് ഇത്ര നേരം ജാക്കറ്റ് ഇട്ടേണ്ടതെന്ന് വെച്ചാൽ കാരണം നല്ല രീതിയിൽ ബോഡി ഹീറ്റാണ്ട്. നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈപ്പിലാണ് നമ്മൾ തണുപ്പ് ഫീൽ ചെയ്യാനായിട്ടാ. അല്ലാത്തപ്പോൾ തണുപ്പ് വലിയത് തോന്നല്ല, കാരണം ബോഡി നല്ല രീതിയിൽ ഹീറ്റാണ്ട്. അതുപോലെ ഇനി പോണ റൂട്ടിൽ വീടുകളോ കാര്യങ്ങളോ കടകളോ ഒന്നുമില്ല. ആകെയുള്ളത് ആർമി ക്യാമ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാരണ വന്യക്കൊക്കെ ആർമി ക്യാമ്പുകളിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഗുരുദ്വാരയിൽ കയറാറുണ്ട്, പക്ഷേ ഞാൻ വന്ന വഴിക്കാണ്ട പ്ലാൻ ചെയ്തത്. കാരണം അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ലേറ്റാവും. ഇന്ന് എത്ര ദൂരം എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലമാങ് പിടിക്കാനാണ് എൻ്റെ പ്ലാൻ ഉള്ളത്. പക്ഷേ നല്ല കയറ്റമുണ്ട് മക്കളെ, നമ്മൾ വിചാരിക്കണ പോലെയല്ല. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റൂട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹായ് ഭയ്യ, ഹലോ. आप लोग कैसे हो? अच्छा, कहाँ से हो आप लोग? गुवाहाटी, प्रॉपर गुवाहाटी. कल हम मिला है ना रास्ता में. अच्छा, हाइंग ब्रिज में. अभी तो लमांग जाएगा ना, मैं भी लमांग जाएगा. मिलेंगे रास्ता में. आज मैं नहीं पहुंचाएगा, आप लोग घूम के आने के टाइम मेरे को मिलेगा रास्ता में. ओके, बढ़िया होगा. ओके ठीक है, बाय. सेफ जर्नी. ഓക്കെ ടീക്ക്. അപ്പോൾ ഇത് നമുക്ക് പോണേക്ക് വെള്ളമൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പോൾ കണ്ടില്ലേ, പുറയിൽ വണ്ടികളായിട്ട് വരുന്നുണ്ട്. കയറി ആകെ തളർന്നട്ടാ. നല്ല കയറ്റമാണ് കേട്ടാ. നമ്മൾ ഇത്രയും സാധനം കുറച്ചുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. റെസ്റ്റ് എടുത്ത് തന്നെ കേട്ടോ പോകണം. എനിക്ക് തോന്നല്ല ഇന്ന് നമ്മൾ എത്തുമെന്നും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹനുമാൻ ക്യാമ്പ് ഉണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നത് എന്തോ ഒരു മന്ദിരം എന്തോന്ന് തോന്നുന്നു, എന്തോ ഒരു ടെമ്പിൾ എന്തോന്ന് തോന്നുന്നു. പിന്നെ എന്തൊരു ആർമി ക്യാമ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ.
ഇവിടെ അല്ലാണ്ട് പരിസരത്ത് വേറെ ഒന്നുമില്ല. ടൂറിസ്റ്റുകളൊക്കെ ഒന്നോ രണ്ടൊക്കെ വന്ന് പോകണുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. എല്ലാവരും കണ്ട് തിരിച്ചു പോകുന്ന റൂട്ടാണ്. ഇന്ന് ഈ കാണുന്നതൊക്കെ ബങ്കറുകളാണ് കേട്ടോ. ഇതൊരുപാട് പഴക്കം ചേർന്ന ബങ്കറുകളാണ്. കുറേയൊക്കെ പോയേട്ടാ, പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയി. ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ ഒരു ബങ്കറിനൊക്കെ. നമ്മൾ പോകണ വഴിക്കൊക്കെ ഒരുപാട് ബങ്കറുകളൊക്കെ ഉണ്ട്. കുറേയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം കുറേയൊന്നും നമ്മളങ്ങനെ വിടാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെറിയൊരു ഇത് കണ്ടതുകൊണ്ട് അങ്ങനെ ഇട്ടാ കേട്ടോ. കിതച്ചിരിക്കണ മക്കളെ, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ഹനുമാൻ മന്ദിരമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ചെറിയ ഇറക്കാൻ എന്തോ കിട്ടുമെന്ന് ആൾക്കാർ പറയണ്ട കേട്ടോ. അതിന് അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, കാരണം ഇത് ബോർഡറാണല്ലോ തന്നെ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് കയറ്റമുണ്ട്. ഇതുവരെ നമ്മൾ മഞ്ഞുമലയൊന്നും കണ്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത്, കാരണം ഇന്നിപ്പോൾ സ്നോഫാളൊന്നും ഇല്ല. അതുപോലെ തന്നെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയെന്നൊരു പിടുത്തൂല കേട്ടോ. മൂടി കിടക്കണേണ് കാലാവസ്ഥയൊക്കെ. കുറച്ച് ദിവസം മുമ്പൊക്കെ സ്നോഫാൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകണമെങ്കിൽ ചിലപ്പോൾ സ്നോയൊക്കെ കാണാൻ പറ്റും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ കാണുന്ന കേട്ടോ ഹനുമാൻ മന്ദിർ ഗ്രിഫിൻ്റെ അണ്ടറിലാണുള്ളത്. ഇത് അടച്ചിട്ടേക്കണേന്ന് തോന്നുന്നുണ്ടോ. ഇവിടെ റെസ്റ്റ് ചെയ്യാനും വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, കണ്ടില്ലേ. പക്ഷേ ടെമ്പിൾ അടച്ചിട്ടേക്കണേ കേട്ടോ. ഇവിടെ ആരും ഇല്ലെന്നാണ് കേട്ടോ തോന്നണത്. നമുക്ക് വന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാം. ഇത് ഇനി കുറച്ച് പോകുമ്പോൾ ഇവരുടെ എന്തോ ക്യാമ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗ്രിഫിൻ്റെ. അവരുടെ അണ്ടറിലാണിത്. ആ ഒരു മരം നോക്കിയേ, ഇങ്ങനെ ഫുള്ള് പൂവുണ്ടായി കിടക്കണേ കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. നമ്മളെ സൈക്കിളിൽ ഇവിടെ വെച്ചിട്ട് ഒരുപാട് നേരം കേട്ടോ, ഒറ്റ വണ്ടി പോലും വന്നിട്ടില്ല ഇത്ര നേരമായിട്ട്. ഇത് മൊത്തം ഇങ്ങനെ കയറി വേണം കേട്ടോ പോകാൻ. എറപ്പിന് പോലത്തെ റൂട്ടാണ്. ഇവിടെ ഒരു ഗ്രിഫിൻ്റെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാഷ്റൂം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ പോകണമെങ്കിൽ ഒരു ആർമി ക്യാമ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ITBPയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആർമി, ITBP അങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ ശരിക്കും ലോഡ് കുറച്ച് ഭയങ്കര നന്നായിട്ടാ, അല്ലെങ്കിൽ ഭയങ്കര പണി കിട്ടിയത്. എൻ്റെ ടെൻറ്റും സ്ലീപ്പിംഗ് മാറ്റും ചപ്പലും പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 ഇതുണ്ടായിരുന്നു, പനീർ ബാഗ് ഉണ്ടായിരുന്നു. അതും അവിടെ വെച്ചിട്ടാണ്ടാ പോകുന്ന. നല്ല രീതിയിൽ മഴ പൊടിയണ്ട കേട്ടോ. ഇത് നോക്കിയേ, മഴ പൊടിയുന്നുണ്ട്. ആകെ പെട്ടാ. ഇപ്പോൾ വന്നോയ്ക്ക് ഇവിടെ ഒരു ആർമി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒരു കോപ്പി കൊടുത്തട്ടാ. മൊത്തം 4 കോപ്പി ഉണ്ടായിരുന്നു. ഒറിജിനൽ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. അതുപോലെ ഒരു കോപ്പി കൊടുത്ത് ഇനി അടുത്ത വന്നത് ITBPയുടെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വീഡിയോസ് അലൗഡ് അല്ല, ക്യാമ്പ് ആയതുകൊണ്ട് ഇത്ര റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൊടുക്കാൻ. ഫസ്റ്റ് വന്നത് ആർമി, സെക്കൻഡ് ITBP, അത് കഴിഞ്ഞിട്ട് 1 or 2 ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. മൊത്തം 4 കൊടുത്തിട്ട് നമ്മൾ ഇന്ന് പിന്നെ നോമ്പെടുത്തില്ല കേട്ടോ, കാരണം ഭയങ്കര കയറ്റമുണ്ടാ. എനിക്ക് കഴിഞ്ഞ ദിവസം വിടേണ്ടി വന്നു, നോമ്പ് പിടിച്ച് ഉച്ചയ്ക്ക് ഇപ്പോൾ വിട്ട് കളയേണ്ടി വന്ന്. അപ്പോൾ അതുകൊണ്ട് നല്ല കയറ്റമുണ്ട്, ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോമ്പെടുത്തില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഇൻഷാല്ലാ നോമ്പെടുക്കാൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വന്നോക്കി ഞാൻ ഫുഡ് കഴിച്ചേട്ടാ. മുട്ട പുഴുങ്ങ ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ക്യാമ്പിൽ ഇരിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ സാറ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാക്സിമം എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമോ അവിടം വരെ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഞാൻ എവിടെ വെച്ചാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല, കാരണം ആർമി ക്യാമ്പിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. മാക്സിമം പോകണത്ര ഞാൻ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കാഴ്ചകളും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരാം കേട്ടോ. നമ്മളെ പോണേക്ക് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. അടിപൊളിയാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം മഴയും കൂടെ പൊടിയണമുണ്ട്, നല്ല രീതിയിൽ തണുപ്പുണ്ട്. നമ്മുടെ സൈക്കിൾ ഇവിടെയുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു ഇത്തിരി ഒരു 500 മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വന്നത് ITBPയുടെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഒരു പാസിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്നതാണ് ITBPൻ്റെ ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇവിടെ നമ്മൾ പാസ് കൊടുക്കണം. അതുപോലെ രണ്ടാമത്തെ പാസും നമ്മളിവിടെ ITBPയുടെ ചെക്ക് പോസ്റ്റിൽ കൊടുത്തേട്ടാ. നമ്മൾ ഈ വീഡിയോ കാണിക്കാത്ത വേറൊന്നുമല്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും അവരുടെ എടുക്കാനായിട്ടാ. അതുപോലെ അവരെനിക്കൊരു സാധനം തന്നിട്ടാ, കാരണം ഇനി മേലിലേക്ക് നല്ല തണുപ്പാണ്, ഇത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞതാണ്, പക്ഷേ അവർ നിർബന്ധിച്ച് തന്നെയാണ്. ഇത് പഴയതാണ് കേട്ടോ, തൽക്കാല യൂസിന് വേണ്ടിയാണ്. ഇതൊരു ഫ്ലീസ് പോലത്തെ ഒരു സംഭവം കേട്ടോ, കീറിയിരിക്കണേണ്. നമുക്ക് തൽക്കാലത്തേക്കുള്ള ഒരു യൂസിനാണ് കേട്ടോ. നല്ല ആൾക്കാരാണ് കേട്ടോ, കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ, പക്ഷേ ഇങ്ങനെ കുറച്ച് ഇതുള്ളതുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ഒരു 10 കിലോമീറ്റർ ഉണ്ട്, അവിടെ ഒരു ക്യാമ്പുണ്ട്. അവിടെ നമുക്ക്
ചിലപ്പോൾ തങ്ങാൻ പറ്റും കേട്ടോ. അതിനുള്ള സെറ്റപ്പ് കുറേ ആൾക്കാർ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന് ആർമി ക്യാമ്പിൽ അവിടെ ഒരു സാറുണ്ട്, പുള്ളി ഒന്ന് വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാട്ടെ. ITBPയുടെ ഈ ഒരു ചെക്ക് പോസ്റ്റ് നമ്മൾ ഇറങ്ങിയില്ല. ഇനിയുള്ളത് ആർമിയുടെ ചെക്ക് പോസ്റ്റാണ്. അത് ഏകദേശം 10 കിലോമീറ്ററുണ്ട്. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ പറ്റുമെങ്കിൽ ഇന്ന് അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോട്ടാ. എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്. മിക്കവാറും ഇന്ന് രാത്രിയും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും മഴ കുറഞ്ഞ് ഇത്ര നേരം അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. നല്ല കിട്ടുന്ന സ്ഥലം കേട്ടോ. നമ്മളെന്തായാലും വന്നത് നന്നായിട്ടാ. നിങ്ങളെന്തായാലും ഈ ഒരു ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. അരുണാചലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകരുത് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. അരുണാചൽ മാത്രമല്ല, ഏത് സ്ഥലമായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ യാത്ര എന്ന് പറയുന്ന ആ ഒരു ഇത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം 5:15 നല്ല കയറ്റമുണ്ട് മക്കളെ. അതുപോലെ തന്നെ മഴയും പൊടിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 7-8 കിലോമീറ്ററും കൂടെ ഉള്ളൂ ലമാങ്ങിലേക്ക്. പക്ഷെ ഇന്ന് പോകണില്ല കേട്ടോ. ഇവിടെ ഒരു ആർമി ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു നോക്കാമെന്ന് വെച്ച് വന്നേക്ക് നമുക്ക് കുറച്ച് ആൾക്കാർ സെറ്റ് ചെയ്ത് തന്നേണ്ട. അതും വേറെ പട്ടാളക്കാരാണ്, ഓഫീസർ ലെവലിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. ഇൻ കേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോ ഇത്രയും വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ നോക്കാം കേട്ടോ. നാളെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഷെയറും ചെയ്യാൻ മറക്കരുത്.